Hi students, today we'll be discussing about light, the reflection and refraction, your 10th chapter. Okay, നിങ്ങളുടെ 10th ചാപ്റ്ററിലെ ലൈറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. നിങ്ങൾ റിഫ്ലക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ റിഫ്രാക്ഷൻ എന്നുള്ളത് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കാണും. ഓക്കെ, ഫൈൻ. ഈ ചാപ്റ്ററിൽ ലൈറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ വിച്ച് ഈസ് ഡയറക്ട്ലി കൺസേൺഡ് വിത്ത് ആർ ടോപ്പിക്. ഓക്കെ, അതുകൊണ്ടാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ് നെയിം തന്നെ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, കൺസേൺ വിത്ത് മീ, ഐ മീൻ ടു സേ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒരു പേനയും ഒരു പേപ്പറും അതേപോലെ തന്നെ ഒരു സ്പൂണും. ഇപ്പോൾ ആലോചിക്കുന്നതാണോ അല്ലെ സ്പൂൺ എന്തിനാണ് എടുത്ത് വെക്കാൻ പറയുന്നതെന്ന്. അതിൻ്റെ കാര്യമുണ്ട്. നമുക്ക് ചില ആക്ടിവിറ്റീസ് ഈ ക്ലാസ് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു പോവാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ചില ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു സ്പൂണ്, പിന്നെ ഇത് മാത്രം പോരാ കേട്ടോ, നിങ്ങളുടെ NCERTയുടെ ടെക്സ്റ്റ് ബുക്കും കൂടെ കയ്യിലെടുത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. എന്തൊക്കെയാണ്? NCERTയുടെ ടെക്സ്റ്റ് ബുക്ക്, ഒരു സ്പൂണ്, ഒരു പേനയും പേപ്പറും. പേനയോ പെൻസിലോ എന്താണ് എഴുതാൻ നിങ്ങൾ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നോട്ട്സ് എഴുതാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ലൈറ്റിനെ പറ്റി ഉള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ പടം കാണുമ്പോൾ തന്നെ ലൈറ്റ് എന്താണെന്നുള്ളൊരു ഐഡിയ നന്നായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ലൈറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ലേ? നിങ്ങളിപ്പം പകൽ സമയത്താണ് നിങ്ങളുടെ മുറിയിൽ ഇരുന്ന് ഇപ്പോൾ ഈ ക്ലാസ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലൈറ്റ് സണ്ണിൽ നിന്നാണ്, റൈറ്റ്? സൂര്യനിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന ലൈറ്റ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാരണമാണ് നിങ്ങളുടെ ചുറ്റിനുമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് നാച്ചുറൽ സോഴ്സ് ഓഫ് ലൈറ്റ്. സണ്ണ് ഒരു നാച്ചുറൽ സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്. നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എ ലുമിനസ് ബോഡി. ലുമിനസ് ബോഡി എന്ന് പറഞ്ഞാൽ തന്നെത്താനെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബോഡീസിനാണ് ലൂമിനസ് ബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൺ ഒരു ലൂമിനസ് ബോഡിയാണ്. നമ്മുടെ മൂണോ? മൂണൊരു നോൺ ലൂമിനസ് ബോഡിയാണ്, അല്ലേ? ലൂമിനസ് അല്ല, നോൺ ലൂമിനസ് ബോഡിയാണ്. അതായത് മൂൺ ആക്ച്വലി ലൈറ്റ് തന്നെത്താനെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്നുമില്ല. മൂൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സണ്ണിൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെയാണ് മൂണിൽ നിന്ന് നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. മൂണിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലൈറ്റിൻ്റെ പേരെന്താ? നിലാവല്ലേ? ഓക്കെ, അപ്പോൾ ഈ നിലാവെന്ന് പറയുന്നത് നാച്ചുറൽ, ഐ മീൻ ടു സേ മൂൺ തന്നെത്താനെ ഉണ്ടാക്കുന്ന ലൈറ്റ് അല്ല, പക്ഷേ മൂണിന് സണ്ണിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടുന്ന ലൈറ്റാണ് നമ്മൾ ഈ നിലാവ്, മൂൺ ലൈറ്റായിട്ട് കാണുന്നത്. ഓക്കെ, ഫൈൻ. പിന്നെ ലൈറ്റിൻ്റെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ലൂമിനസ് ആൻഡ് നോൺ ലൂമിനസ് ഒബ്ജക്ട്സ് എന്ന്. അതായത് തന്നെത്താനെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെത്താനെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ഈ ലൂമിനസ് എന്നും നോൺ ലൂമിനസ് എന്നും പറയുന്നത്. ഫൈൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പകലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ സണ്ണിൻ്റെ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ സൂര്യൻ്റെ വെളിച്ചം ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പറും പേനയും സ്പൂണും അല്ലെങ്കിൽ ഈ ചുറ്റിനുള്ള എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടത് കാണാൻ പറ്റുന്നത്? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ആ ഒബ്ജക്റ്റിൽ പോയി ഇൻസിഡൻറ്റ് ചെയ്തിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒബ്ജക്ട്സ് ഒക്കെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഒരു ഡാർക്ക് റൂമിലാണെങ്കിൽ, ഇരുട്ടത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. അതായത് രാത്രിയിൽ ആണ് നിങ്ങളിപ്പോൾ ക്ലാസ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ മുറിയിൽ ലൈറ്റ് ഓൺ ചെയ്തിരിക്കും, അല്ലേ? നമ്മുടെ ഇലക്ട്രിക് ബൾബ് അല്ലെ ട്യൂബ് ലൈറ്റ് നമ്മുടെ റൂമിൽ കണ്ടിരിക്കും. അതും ആക്ച്വലി ലൂമിനസ് ഒബ്ജക്റ്റ് ആണ് കേട്ടോ, നമ്മുടെ ബൾബ്. കാരണം എന്താണെന്ന് വെച്ചാൽ കറണ്ട് കൊടുത്ത് കഴിയുമ്പോൾ, അല്ലെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് തന്നെത്താനെയാണല്ലോ കറണ്ട് തരുന്നത്, ലൈറ്റ് തരുന്നത്.
അപ്പോൾ അതൊരു ലൂമിനസ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ രാത്രിയിലാണെങ്കിൽ ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ, ഇരുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിനുള്ളതൊന്നും കാണാൻ പറ്റിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ലൈറ്റ് ഇല്ല. ലൈറ്റ് ഒരു ഒബ്ജക്റ്റിൽ ഇൻസിഡൻറ്റ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബൾബ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിൽ നിന്നുള്ള ലൈറ്റ് ആ ഒബ്ജക്റ്റിൽ പോയി ഇൻസിഡൻറ്റ് ചെയ്ത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെ നമ്മൾ ഒബ്ജക്ട്സിനെ കാണുന്നു. ശരിയല്ലേ? ഓക്കെ, ആണ്. അപ്പോൾ ലൈറ്റിനെ പറ്റി ഉള്ള കുറച്ച് ഐഡിയ, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ പറ്റിയുള്ള ചെറിയ ഐഡിയ ഒക്കെ നിങ്ങൾക്കിപ്പം ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ കിട്ടിക്കാണും. ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല. ലൈറ്റ് നല്ല രസമുള്ളൊരു ഫിനോമിനയല്ല. ഐ മീൻ നല്ല രസമുള്ളൊരു കാര്യമാണ് അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുഖം ഈ കണ്ണാടിയിൽ നോക്കുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ? അല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, നമ്മളെ നോക്കുന്നത്, നമ്മൾ കണ്ണാടി നോക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും അല്ലേ? നമ്മൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാം, എല്ലാം ഓക്കെ ആണോ, പെർഫെക്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്. അതായത് നമ്മളുടെ റിഫ്ലക്ഷനാണ് നമ്മൾ ഈ കണ്ണാടി കാണുന്നത്. ശരിയല്ലേ? അപ്പോൾ ലൈറ്റിൻ്റെ പല വണ്ടർഫുൾ ഫിനോമിനയിലെ ഒരെണ്ണമാണ് നമ്മുടെ റെയിൻബോ കാണുന്നത്, ഐ മീൻ റെയിൻബോ ഉണ്ടാവുന്നത്. അതുപോലെ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നക്ഷത്രങ്ങൾ അല്ലേ? നക്ഷത്രങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കും അല്ലേ? അതേപോലെ നമ്മളുടെ മുഖം കാണുന്നത്, അതായത് നമ്മൾ കണ്ണാടി നോക്കുമ്പോഴത്തേക്കും നമ്മളെ കാണാൻ പറ്റുന്നത്, ഇതൊക്കെ ലൈറ്റിൻ്റെ പല ഫിനോമിന ആണ് അല്ലേ? അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പഠിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലൈറ്റ് ആക്ച്വലി ദേ ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അതായത് നമ്മൾ ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡീസിന് പറയുന്നതാണ് ജോമെട്രിക് ഒപ്റ്റിക്സ് എന്ന്. ഇതിനെപ്പറ്റി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഈ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ വണ്ടർഫുൾ വണ്ടർഫുൾ ഫിനോമിനാസ് നമ്മുടെ ലൈറ്റിൻ്റെ നമ്മൾ പഠിക്കുന്നതാണ് ഈ ഒപ്റ്റിക്സിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റഡി. ഓക്കെ, അപ്പോൾ ഈ ജോമെട്രിക് ഫിനോമിന എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റിനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ട്രാവൽ ചെയ്യാമെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു ലൈറ്റ്, ഓക്കെ, നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ മുറിയിൽ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ടെന്ന്, ഈവനിങ് ടൈമാണ്. ഓക്കെ, ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളവിടെ ലൈറ്റിൻ്റെയും നിങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു വോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇമേജ്, നിങ്ങളുടെ ഷാഡോ അവിടെ ഉണ്ടാവും അല്ലേ? ഇമേജ് അല്ല, നിങ്ങളുടെ ഷാഡോ അവിടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഫോം ചെയ്യും, റൈറ്റ്? ആ വോളിൽ ഫോം ചെയ്യും, ശരിയല്ലേ? അപ്പോൾ ആ ഷാഡോ ഫോർമേഷൻ, ഓക്കെ, അതെന്തുകൊണ്ടാണ്? നിങ്ങൾ കൂടെ ആ ഒരു ലൈറ്റിന് പാസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ഷാഡോ വ്യക്തമായിട്ട് നിങ്ങളുടെ ആ ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് ഒരു ഷാഡോ ആ വോളിൽ ഫോം ചെയ്യുന്നത്, ശരിയല്ലേ? പക്ഷെ അതേസമയം ഒരു ചെറിയ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ ഒബ്ജക്റ്റാണ് ഈ പറയുന്ന ലൈറ്റ് സോഴ്സിൻ്റെയും അതേപോലെ, അതായത് ലൈറ്റ് സോഴ്സ് ആയ ബൾബിൻ്റെയും അതേപോലെ വോളിൻ്റെയും ഇടയ്ക്കിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യില്ല, അതിങ്ങനെ വളഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നോക്കും. ഓക്കെ, വളഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഫിനോമിനത്തിനാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഫിനോമിനത്തിനാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിന് പല നേച്ചറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ബെൻഡ് ചെയ്തു പോകുന്ന ഈ ഒരു ഫിനോമിനൻ ഡിഫ്രാക്ഷൻ, അതേപോലെ തന്നെ പോളറൈസേഷൻ, അതേപോലെ തന്നെ ഇൻ്റർഫെറൻസ്, ഇങ്ങനെയുള്ള പല ഫിനോമിന, ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ലേറ്റർ ക്ലാസ്സിൽ പഠിക്കും. പക്ഷേ ഇത്ര മനസ്സിലാക്കാം, ഈ പോളറൈസേഷൻ, ഡിഫ്രാക്ഷൻ, ഇൻ്റർഫെറൻസ്, ഇങ്ങനെയുള്ള ലൈറ്റിൻ്റെ ബിഹേവിയറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ വേവ് ഒപ്റ്റിക്സിലാണ്. അതായത് ലൈറ്റിനൊരു വേവ് നേച്ചർ ഉണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്സ്, അതായത് ലൈറ്റിനെ പറ്റിയുള്ള സ്റ്റഡി രണ്ട് രീതിയിലാണ് ബേസിക്കലി നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോമെട്രിക് ഒപ്റ്റിക്സ്, അതായത് ലൈറ്റ് റേസിൻ്റെ മലയാളം എന്താ അല്ലേ? കിരണം.
കിരണങ്ങളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. അതല്ലാതെ ലൈറ്റിൻ്റെ പല നേച്ചർ അനുസരിച്ചിട്ട് ലൈറ്റിനെ പറ്റിയുള്ള ഡിഫറെൻറ്റ് തിയറീസ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ അതിനെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇറ്റ് കംസ് അണ്ടർ ദിസ് ഫിസിക്കൽ ഒപ്റ്റിക്സ്. ഫിസിക്കൽ ഒപ്റ്റിക്സിൻ്റെ അകത്ത് ഒരു ഒപ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് ഒപ്റ്റിക്സ് ആണ്. ഒരു നേച്ചർ ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ വേവ് നേച്ചർ ആണ് നമ്മുടെ ലൈറ്റിന് ഉണ്ട്, വേവ് നേച്ചറാണ് ലൈറ്റിനുള്ളത്. അപ്പോൾ ഈ ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും അതേപോലെ പോളറൈസേഷനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വേവ് ഒപ്റ്റിക്സിൻ്റെ അണ്ടറിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വേവ് ഒപ്റ്റിക്സ് അല്ലാതെ വേറൊരു ബ്രാഞ്ചും കൂടി ഉണ്ട്, ക്വാണ്ടം ഒപ്റ്റിക്സ്. കാരണം എന്താണെന്നറിയാവോ, ചില കേസിൽ നമ്മുടെ ലൈറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ അത് കാണിക്കും. ചില കേസിൽ അത് പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ കാണിക്കും. ഫോർ എക്സാമ്പിൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതേപോലെ ലേസർ, അതേപോലെ തന്നെ രാമൻ ഇഫക്റ്റ്. ഇതൊക്കെ നമ്മുടെ വേവ് നേച്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിനെ പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ട് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് നമ്മുടെ ക്വാണ്ടം ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്വാണ്ടം ആയിട്ട് അല്ലെങ്കിൽ പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് നമ്മൾ ഈ കേസിൽ കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മുടെ വേവ്സിന് ഈ രണ്ട് നേച്ചറും ഉണ്ട്. എന്തൊക്കെ നേച്ചറാണ് ഉള്ളത്? ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് നേച്ചർ, അതേപോലെ തന്നെ രണ്ടാമത്തെ നേച്ചർ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ നേച്ചർ. ഓക്കെ, അപ്പം പാർട്ടിക്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഉള്ള സ്റ്റഡീസിനാണ് നമ്മൾ ക്വാണ്ടം ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് ഐ എം റീക്യാപിറ്റുലേറ്റിംഗ്, നമുക്ക് ഈ വേവ്സിനെ പറ്റി അല്ലെങ്കിൽ ലൈറ്റിനെ പറ്റി നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ സ്റ്റഡീസിന് ഒപ്റ്റിക്സ് എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ജോമെട്രിക് ഒപ്റ്റിക്സ് ഉണ്ട്. അതായത് ലൈറ്റ് റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന റേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് നമ്മുടെ ജോമെട്രിക് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കലാണ്. ഫിസിക്കലിൻ്റെ അകത്ത് നമ്മുടെ ലൈറ്റിൻ്റെ വേവ് നേച്ചറും കൺസിഡർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ പാർട്ടിക്കിൾ നേച്ചറും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേവ് ഒപ്റ്റിക്സിൻ്റെ അകത്ത് നമ്മൾ ലൈറ്റിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു വേവ് ആയിട്ടാണ്. അപ്പോൾ ഫിനോമിനൻ ലൈക്ക് ഇൻ്റർഫെറൻസ്, ഡിഫ്രാക്ഷൻ etc. comes under the study of wave optics, and the phenomenon like photoelectric effect, laser etc. comes under the quantum optics, in which the light is considered as packets of energy or quantum. Okay, packets of energy അല്ലെങ്കിൽ ക്വാണ്ടം ആയിട്ടാണ് ക്വാണ്ടം ഒപ്റ്റിക്സിൽ നമ്മൾ ലൈറ്റ്സിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ലൈറ്റ് ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് ബോത്ത് വേവ് നേച്ചർ ആസ് വെൽ as wave nature as well as particle nature. Wave nature as well as particle nature. Okay, നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് റേസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ജോമെട്രിക് ഒപ്റ്റിക്സ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റേസ് ഓഫ് ലൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. കേസ് എന്ന് ഞാൻ പറയത്തില്ല, ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന റേസ് ആയിട്ട് കൺസിഡർ ചെയ്താണ് നമ്മൾ ഈ ചാപ്റ്ററിലെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ലൈറ്റ് റേസ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, റേസ് ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് റിഫ്ലക്ഷൻ. ഓക്കെ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇത്രയും നേരം ഞാൻ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും എന്നൊക്കെ പറഞ്ഞു. ഇനി റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്താണ് എന്നുള്ളതാണ് ആദ്യമേ ഒന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ഒബ്ജക്ട്സ് കാണണം എന്നുണ്ടെങ്കിൽ, ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ലൈറ്റ് ആ ഒബ്ജക്റ്റിനെ പോയി ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഫിനോമിനത്തിന് തന്നെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു ഫിഗറിൽ കൊടുത്തേക്കുന്നത് ഒരു ടോർച്ചിൽ നിന്നും ടോർച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ലൈറ്റ് വരും അല്ലേ. അപ്പോൾ ആ ലൈറ്റ് ഒരു മിറർ വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് വെച്ചേക്കുവാണ് ഈ ബ്ലൂ കളറിൽ കാണുന്നത്. ആ റിഫ്ലക്റ്റിംഗ് സർഫസിൽ പോയി ഇൻസിഡൻറ്റ് ചെയ്തിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. റിഫ്ലക്റ്റ് ചെയ്ത് ആ സെയിം മീഡിയത്തിലേക്ക് തന്നെ, ഏത് മീഡിയത്തിലേക്കാണോ നമ്മൾ ലൈറ്റ് അടിച്ചത് അതേ മീഡിയത്തിൽ കൂടെ തന്നെ ട്രാവൽ ചെയ്ത് നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്ത്
ഈ പറയുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് അതേ മീഡിയത്തിൽ തന്നെ തിരിച്ചു പോകുമ്പോൾ നമ്മളുടെ കണ്ണ് നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ റേസ് ഓഫ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വന്ന് നമുക്ക് ആ ഒബ്ജക്റ്റ് റിഫ്ലക്ഷൻ കാണാൻ പറ്റും. മിറർ ആണെങ്കിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും സർഫസ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഏതാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പം റിഫ്ലക്ഷൻ്റെ അകത്ത് കുറച്ച് ലോസ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലോവർ ക്ലാസ്സുകളിൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചിട്ട് കാണും. ആൻഡ് ദ സെയിം അപ്ലൈസ് ഓവർ ഹിയർ ആസ് വെൽ. അന്ന് പഠിച്ച അതേ ലോസ് ഓഫ് റിഫ്ലക്ഷൻ തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്. സോ നെക്സ്റ്റ് വൺ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ലോസ് ഓഫ് റിഫ്ലക്ഷൻ നോക്കാം. ആദ്യമേ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്താണെന്നുള്ളത്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ when light falls on a highly polished surface like a mirror, most of the light is sent back into the same medium. This process is called reflection of light. ഇപ്പം മിറർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണാടി ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മൊത്തം ലൈറ്റും എന്താണോ ഇൻസിഡൻ്റ് ആയത്, ഹൈലി പോളിഷ്ഡ് മിറർ ആണെങ്കിൽ അത് മൊത്തം റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരും, നമുക്ക് നമ്മുടെ ഇമേജ് കാണാൻ പറ്റുകയും ചെയ്യും അല്ലേ. അതാണ് ആ ഒരു ഫിനോമിനത്തിനാണ് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ ഒരു കണ്ണാടിയിൽ കാണുമ്പോൾ നമുക്ക് ഹൈലി പോളിഷ്ഡ് മിററിൻ്റെ കേസ് തന്നെ കൺസിഡർ ചെയ്യാം. അതായത് കണ്ണാടിയിൽ നമ്മുടെ ഇമേജ് കാണുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആദ്യം എന്ന് പറയണം, എന്നിട്ട് പിന്നെ നമുക്ക് അതിനെപ്പറ്റി പറയാം. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അത് പറഞ്ഞായിരുന്നല്ലോ തുടങ്ങിയത് അല്ലേ. ഓക്കെ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ്റെ അകത്ത് 2 ലോ ഉണ്ട്. First law says that the angle of incidence is equal to the angle of reflection. ഇപ്പോൾ കുറേ പേരെങ്കിലും ഓർക്കുന്നതാണ്, ദൈവമേ ഞാനിതൊന്നും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ എനിക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്നും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്നും അറിയത്തില്ലല്ലോ എന്ന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും കേട്ടോളൂ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഏത് റേ ആണോ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലൈനാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ. ഈ ഇൻസിഡൻറ്റ് റേയും അതേപോലെ തന്നെ നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അറ്റ് 90 ഡിഗ്രി. എന്തിനു നോർമൽ ആയിട്ടുള്ളത്? എന്തുമായിട്ട് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്? നമ്മുടെ മിററുമായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന 90 ഡിഗ്രി മേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസിനോട് നോർമൽ ആയിട്ടുള്ള ലൈനും അതേപോലെ ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിളിനാണ് എന്തെന്ന് വിളിക്കുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിളാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ. ഇനി നോർമൽ എന്താണെന്നുള്ള ആദ്യം തന്നെ മനസ്സിലാക്കി വയ്ക്കുക. നോർമൽ എന്താന്ന് പറഞ്ഞാൽ ആ റിഫ്ലക്റ്റിംഗ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിരിക്കുന്ന ആ ലൈന്, അല്ലെങ്കിൽ നോർമൽ ആയിട്ട് വരച്ചിരിക്കുന്ന ആ ലൈനിനാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ നോർമൽ വരച്ചേക്കുന്ന ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത് 90 ഡിഗ്രി അല്ലേ. അപ്പോൾ നമ്മളുടെ നോർമൽ എന്താണെന്ന് മനസ്സിലായി, നമ്മളുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്കടുത്തത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഫ്ലക്റ്റഡ് റേയും ഈ നോർമലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈ ആംഗിൾ റിഫ്ലക്റ്റഡ് റേയും അതേപോലെ തന്നെ നോർമലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്? ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ? ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ലോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതേപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇപ്പം ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ I ആയിട്ടും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനെ R ആയിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ I ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആംഗിൾ R. Okay, angle I is equal to angle R. That is the first law of reflection. അടുത്തതെന്ന് പറയുന്നത്, അടുത്ത ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ
ഈ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അതേപോലെ തന്നെ നോർമലും ഇതെല്ലാം ഒരേ പ്ലെയിനിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ. The incident ray, the reflected ray and the normal to the mirror at the point of incidence all lie in the same plane. Okay, അപ്പോൾ നമ്മുടെ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ ഇതെല്ലാം അറ്റ് ദിസ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ഇതാണല്ലോ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ ഒരേ പ്ലെയിനിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താണ്? ഈ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ ഇതെല്ലാം ഒരു പ്ലെയിനിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ എവിടെയാണോ ഇൻസിഡൻറ്റ് ചെയ്യുന്നത് ആ പോയിന്റിനാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടു സമ്മറൈസ്, സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ സേസ് ദാറ്റ് the incident ray, the reflected ray and the normal lies on the same plane. Okay, lies in the same plane at the point of incidence. Clear അല്ലേ? ഫൈൻ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പം ഒരു 2 മിനിറ്റ് മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് നമ്മളുടെ പ്ലെയിൻ മിററിലുള്ള ഇമേജ് ഫോർമേഷൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, നമ്മുടെ പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണാടി തന്നെ ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ നേരെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജും നേരെയാണ് നിൽക്കുന്നത്, അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മൾ തലയും കുത്തി നിന്നാലോ കണ്ണാടിക്ക് അത് നമ്മൾ തലയും കുത്തി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മളുടെ ഇമേജും കിട്ടുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് the image is erect in the case of plane mirrors. Okay, the image is erect in the case of plane mirrors. In a second എന്ന് പറഞ്ഞാൽ the image is same size as the object. നമുക്ക് എത്ര സൈസ് ഉണ്ടോ, എത്ര ഹൈറ്റ് ഉണ്ടോ, എത്ര വിഡ്ത്ത് ഉണ്ടോ അതേപോലെ തന്നെയാണ് നമ്മൾ മിററിലും നമ്മളെ കാണുന്നത്, ശരിയല്ലേ? നമ്മൾ കണ്ണാടി പോയി നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഉള്ള വണ്ണം ഇല്ലാതെയോ അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത വണ്ണം ഉണ്ടായിട്ട് ഒന്നും കാണാൻ പറ്റില്ല, അല്ലേ? നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെയായിരിക്കും നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, ശരിയല്ലേ? അപ്പോൾ ഏതാണോ സൈസ് ഒബ്ജക്റ്റിൻ്റെത് അതേ സൈസിൽ തന്നെയാണ് നമ്മൾ ഇമേജും കാണുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താണ്? ദി ഇമേജ് ഈസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ആസ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതായത് എത്ര ദൂരത്താണോ നമ്മൾ നിൽക്കുന്നത്, ഒബ്ജക്റ്റ് നിൽക്കുന്നത്, അത്രയും സെയിം ദൂരത്ത് തന്നെയാണ് നമ്മുടെ ഇമേജും ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ മിറർ, ശരിയല്ലേ? നമ്മൾ മിററിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജും മിററിൻ്റെ അടുത്തേക്ക് വരും. നമ്മൾ മിററിൽ നിന്ന് ദൂരെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജും അത്രയും ദൂരം തന്നെ പുറകിലേക്ക് പോകും, ശരിയല്ലേ? അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ കേസിൽ എന്താണ്? എത്ര ഡിസ്റ്റൻസിലാണോ മിററിൽ നിന്ന് ഒബ്ജക്റ്റ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് അതേ ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും നമുക്ക് നമ്മുടെ ഇമേജ് മിററിൽ കാണാൻ പറ്റുന്നത്, നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് മിററിൽ കാണാൻ പറ്റുന്നത്. അതാണ് മൂന്നാമത്തെ സ്പെഷ്യാലിറ്റി നമ്മുടെ പ്ലെയിൻ മിററിൻ്റെ കേസിൽ. ഇനി നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ദ ഇമേജ് ഈസ് വെർച്വൽ, ദാറ്റ് ഈസ് cannot be obtained on a screen. വെർച്വൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കിട്ടില്ലാത്ത ഇമേജസിനാണ് നമ്മൾ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. നമ്മളുടെ മിറർ ഇമേജ് അല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിൻ മിററിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് സ്ക്രീനിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. എന്നാൽ റിയൽ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലെയിൻ മിറേഴ്സിൻ്റെ കേസിൽ റിയൽ ഇമേജ് കിട്ടില്ല. ഞാൻ ചോദിക്കുമായിരുന്നു, വെർച്വലിൻ്റെ ഓപ്പോസിറ്റ് ആണ് റിയൽ എന്ന് വേണേൽ പറയാൻ പറ്റും. റിയൽ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് സ്ക്രീനിൽ കിട്ടും. ആ ടൈപ്പ് ഓഫ് ഇമേജിനാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ മിററിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് വെർച്വൽ ഇമേജ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇത് ഇമേജ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്. ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. നിങ്ങളിപ്പം കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് തോന്നും, അല്ലേ? അതായത് ഇങ്ങനെ തിരിഞ്ഞാണ് വരുന്നത്. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ തിരിഞ്ഞാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആയിട്ട് തോന്നും, അല്ല ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആയിട്ട് തോന്നും.
അങ്ങനെ കാണുന്ന ഇമേജിനാണ് അല്ലെ അങ്ങനെ കിട്ടുന്ന ഇമേജിനാണ് ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇമേജ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്. ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്, അതായത് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്, എത്ര ഡിസ്റ്റൻസിലാണോ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് അതേ ഡിസ്റ്റൻസിൽ തന്നെയാണ് ഇമേജ് ഉണ്ടാവുന്നത് എന്നുള്ള അതിൻ്റെ ഒരു ഡെപിക്ഷനാണ്, അതിൻ്റെ ഒരു ഫിഗറാണ് ഈ സെക്കൻഡിൽ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന ആദ്യത്തെ ഇമേജും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്, അതിൻ്റെ ഒരു ഫിഗറാണ് ഫസ്റ്റ് വേർഡിലും കൊടുത്തേക്കുന്നത്. നോക്കിയാൽ നമ്മുടെ ക്യാൻഡിൽ എത്ര ഡിസ്റ്റൻസ്, എക്സ് ഡിസ്റ്റൻസിലാണ് മിററിൻ്റെ ഫ്രണ്ടിലെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ ഇമേജ് ഉണ്ടാവുന്നതും സെയിം എക്സ് ഡിസ്റ്റൻസിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ ഈ ഫിഗറിലൂടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ മിറേഴ്സിൻ്റെ ഉണ്ടായേക്കുന്ന ഇമേജിൻ്റെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഇമേജ് ഈസ് ഇറക്റ്റ്. Second, image is same size as the object. Third one, the image is at the same distance from the mirror as the object is in front of it. The image is virtual or cannot be obtained on a screen. And the last one is the image is laterally inverted. Okay, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മൊത്തം പ്ലെയിൻ മിറേഴ്സിൻ്റെ കാര്യമാണ് അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് കൺസിഡർ ചെയ്യാം. എന്താണെന്നറിയാവോ? നമ്മുടെ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ കാര്യം. ഓക്കെ, എല്ലാവരോടും ഞാൻ സ്പൂൺ എടുക്കാൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവരും ഓർത്താണ്, ദൈവമേ ഞങ്ങൾ എന്തിനാ ഈ സ്പൂൺ എടുത്തുകൊണ്ട് ഫിസിക്സിൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നതെന്ന്. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൂൺ എടുത്തുകൊണ്ട് ഫിസിക്സിൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ കാര്യം ആണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ആ പേജ് നമ്പർ 161 ആക്ടിവിറ്റി നമ്പർ 10.1 ഒന്നെടുത്തേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാ നിങ്ങളോട് സ്പൂൺ എടുക്കാൻ പറഞ്ഞതെന്ന്. ഓക്കെ, ആ ആക്ടിവിറ്റിയിൽ നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, ആ ആക്ടിവിറ്റി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്പൂണിൻ്റെ പടമൊക്കെ കൊണ്ട് ഇവിടെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, നല്ല വൃത്തിയായിട്ട് കഴുകിയ സ്പൂണാണല്ലോ അല്ലേ എല്ലാവരുടെയും. ഓക്കെ, ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. സ്റ്റീലിൻ്റെ സ്പൂൺ തന്നെ വേണം കേട്ടോ, എന്നാലല്ലേ നമുക്ക് നമ്മുടെ റിഫ്ലക്ഷൻ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ആ സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ആ ഫ്ലൂയിഡ് എടുക്കുന്ന അല്ലേ മരുന്നൊക്കെ എടുക്കുന്ന ആ പോർഷനില്ലേ, അതായത് കുഴിഞ്ഞിരിക്കുന്ന പോർഷൻ, അത് കയ്യിലെടുത്തിട്ട് നമ്മളുടെ മുഖം ഒന്ന് നോക്കിക്കേ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചിലരെങ്കിലുമൊക്കെ പറയുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്നല്ലേ. അത്ര ക്ലിയർ ആയിട്ടൊന്നും അല്ലായിരിക്കും, കണ്ണാടി പോലെയൊന്നും അല്ലായിരിക്കും. നല്ല വൃത്തിയായിട്ട് കഴുകിയ സ്റ്റീലിൻ്റെ സ്പൂണാണ്, ഒരു പോർച്ചൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്തായാലും ആ ഒരു ടൈപ്പ് ഓഫ് മിററിനാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. കോൺകേവ്, കേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഹ അല്ലേ. കേവ് എന്ന് പറഞ്ഞാൽ ഗുഹയല്ലേ. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് മിററിനാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ സ്പൂൺ ഇസ് എ കൈൻഡ് ഓഫ് എ curved mirror with both concave and convex surfaces. ഇനി ഇതിൻ്റെ അത് കോൺകേവും കോൺവെക്സും രണ്ടും പറയുന്നുണ്ട്. അപ്പം നമുക്ക് കോൺവെക്സ് സർഫസ് എന്താണെന്ന് നോക്കാം. ഈ മിറർ ഫ്ലൂയിഡ് എടുക്കാത്ത മറ്റേ പോർഷനില്ലേ, ആ പുറകിലേക്ക് തള്ളി നിൽക്കുന്ന ആ പോർഷൻ, അതായത് ഈ സർഫസ്, ആ സർഫസ് എടുത്തിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ആ സ്പൂണിലേക്ക് ആ മുഖം ഒന്ന് നോക്കിക്കേ. അതായത് പുറത്തെ സർഫസ്, ലിക്വിഡ് എടുക്കുന്ന സർഫസ് അല്ല, മറ്റേ സർഫസ് എടുത്തിട്ട് മുഖം നോക്കിക്കേ. ഇപ്പോഴും നമ്മളുടെ മുഖം കാണാൻ പറ്റുന്നുണ്ട് അല്ലയോ? ആ സർഫസിനാണ്, ആ ടൈപ്പ് ഓഫ് മിററിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺവെക്സ് മിറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് കോൺകേവ് മിററും അതേപോലെ തന്നെ കോൺവെക്സ് മിററും രണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു. കോൺകേവ് കുഴി, ഓക്കെ, കേവ് ഗുഹ. ഓക്കെ, അപ്പോൾ കോൺകേവ് മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് മിററും, അതുപോലെ തന്നെ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് മിററും പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അല്ലേ. ഓക്കെ, ശരി. ഇനി നമുക്ക് ടെക്നിക്കലി അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്സിൽ എങ്ങനെയാണ് നമ്മൾ ഈ കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇനി അതിനു മുമ്പ് ഇതിനെ സ്ഫെറിക്കൽ മിറേഴ്സ് എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നതിൻ്റെ റീസണും കൂടെ നോക്കിയിട്ട് ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കോൺകേവ് മിറർ നോക്കാം. കോൺകേവ് മിറർ, ഈ ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇതൊരു കോൺകേവ് മിററാണ്. നോക്കിക്കേ, ഈ കോൺകേവ് മിറർ ഈ ഒരു ഗ്രീൻ കളറിലാണ് വരച്ചേക്കുന്നത്, പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു യെല്ലോ കളർ വെച്ചിട്ടല്ലേ. ഇതെന്ത് ഷേപ്പായിട്ടാണ് തോന്നുന്നത്?
അത് തന്നെ സ്ഫിയറിൻ്റെ ഷേപ്പായിട്ടാണ് തോന്നുന്നത് അല്ലേ. ആ സ്ഫിയറിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന കോൺകേവ് മിറർ. അതേപോലെ തന്നെ നമ്മുടെ കോൺവെക്സ് മിറർ നമുക്ക് നോക്കാമല്ലോ. കോൺവെക്സ് മിറർ നോക്കിക്കേ. കോൺവെക്സ് മിറർ ഇതേ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മിറർ ബ്ലാക്ക് കളറിൽ വരച്ചിട്ടുണ്ട്. അതിന് കണ്ടിന്യൂവേഷനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യെല്ലോ കളർ വെച്ചിട്ട് ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിക്കേ, ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനിൽ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ഫിയർ, ഒരു ബോൾ അല്ലേ. അപ്പോൾ ആ ഒരു സ്ഫിയറിൻ്റെ ഒരു പോർഷനാണ് നമ്മുടെ കോൺവെക്സ് മിററായിട്ട് ആക്ട് ചെയ്യുന്നത്, ശരിയല്ലേ. അപ്പോൾ ഒരു സ്ഫിയറിൻ്റെ പുറത്തുള്ള സർഫസിൽ റിഫ്ലക്ഷൻ നടക്കുന്ന ടൈപ്പ് ഓഫ് മിറേഴ്സ് ആണ് നമ്മൾ കോൺവെക്സ് മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് കോൺവെക്സ് മിറർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, നമ്മളുടെ ഒബ്ജക്റ്റ് ഇതിൻ്റെ ഇപ്പറയായിരിക്കും വെക്കുന്നത്. ഓക്കെ, ഈ കോൺവെക്സ് മിററിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിരിക്കും വരുന്നത്. അതായത് കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ one whose reflecting surface is away from the center of the sphere of which the mirror is a part. അത് ഞാൻ പറയാം. നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ കേസിൽ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ വേറൊരു രീതിയിലുള്ള എക്സ്പ്ലനേഷൻ പറയുന്നതാണ്. ഈ കോൺവെക്സ് മിററിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതാ അല്ലേ. ഈ സ്ഫിയറിന് ഒരു സെൻറ്റർ ഉണ്ട്. അതിൻ്റെ സെൻറ്റർ ഈ റിഫ്ലക്റ്റിംഗ് സർഫസിൽ നിന്ന് എവേ ആണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മിററിനെയാണ് നമ്മൾ കോൺവെക്സ് മിറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കോൺവെക്സ് ആണെങ്കിലും വേണ്ടില്ല, കോൺകേവ് ആണെങ്കിലും വേണ്ടില്ല, രണ്ട് ടൈപ്പ് ഓഫ് മിറർ എങ്ങനെയാണ്, ഒരു സ്ഫിയറിൻ്റെ പാർട്ടാണ് അല്ലേ, ഒരു സ്ഫെറിക്കൽ മിററിൻ്റെ പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്ഫിയറിൻ്റെ പാർട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇനി കോൺകേവിനെ പറ്റിയും കോൺവെക്സിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കോൺകേവ് മിറർ. ഓക്കെ, കോൺകേവ് മിററിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എന്താ പറയുക, ഇങ്ങനെ കേവ് ഉള്ള കുഴിയിൽ നമ്മളുടെ റിഫ്ലക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ, നമ്മുടെ സ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിനെ ഫേസ് ചെയ്താണ് നമ്മളുടെ ഒബ്ജക്റ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മിററാണ് കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ സ്ഫിയറിൻ്റെ സെൻറ്റർ, കോൺകേവ് മിററിൻ്റെ സ്ഫിയറിൻ്റെ സെൻറ്റർ ഇതാണ്. അപ്പോൾ കോൺകേവ് മിററിൻ്റെ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. ഇപ്പം ഈ സ്ഫിയറിൻ്റെ ഈ മിറർ ഈ ഒരു സ്ഫിയറിൻ്റെ പാർട്ടായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ സെൻറ്ററിനെ ഫേസ് ചെയ്തിട്ടാണ് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് നിൽക്കുന്നത്. അങ്ങനെ സെൻറ്ററിനെ ഫേസ് ചെയ്തിട്ടാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മിറേഴ്സിനെയാണ് നമ്മൾ കോൺകേവ് മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. അതേസമയം നമ്മുടെ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന് എവയാണ്. ഇതാണ് നമ്മുടെ കോൺവെക്സ് മിറേഴ്സിൻ്റെ കേസിലെ റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പം കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ദ വൺ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. ഓക്കെ, അപ്പോൾ അതാണ് വേറൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി കോൺകേവ് മിററിൻ്റെ എന്താ പറയുക, ഇനിയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ ഉണ്ട്, നമുക്ക് അതുകൂടെ നോക്കാം. ഈ കോൺകേവ് മിററിനെ ഇതിനെ വിളിക്കാൻ കാരണം ഒന്നും കൂടിയാണ്. ഇതൊരു സ്ഫെറിക്കൽ മിറർ ആണ് ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്സ്. ഓൾറെഡി കണ്ട കാര്യം, ഇറ്റ്സ് കർവ്ഡ് ഇൻവേർഡ്സ് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇനിയുള്ള മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ റേസ് ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം എ കോൺകേവ് മിറർ മീറ്റ് അറ്റ് എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. കോൺകേവ് മിററിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും ചില പിള്ളേരെങ്കിലും പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇച്ചിരി നേരത്തിനുള്ളിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഈ ക്ലാസ്സിൻ്റെ തന്നെ നെക്സ്റ്റ് കമ്മിങ് പോർഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അറിയാവുന്നവർക്ക് കാര്യം നല്ല കാര്യം, അറിയത്തില്ലാത്തവർ അത് ഒന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. ആസ് ഫോർ നോ മനസ്സിലാക്കുക, ഈ സെൻറ്ററിൽ കൂടെ പോകുന്ന ഈ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന ഒരു ലൈനാണ് എന്നുള്ളത് ആസ് ഫോർ നോ മനസ്സിലാക്കുക. ഓക്കെ, ഈ പ്രിൻസിപ്പൽ ആക്സിസിന്
പാരലൽ ആയിട്ടാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേസ് എന്നുണ്ടെങ്കിൽ ആ ഇൻസിഡൻറ്റ് റേസ് എല്ലാം കൂടെ ഒരു പോയിന്റ് കൂടിയാണ് റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മിറേഴ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺകേവ് മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേസ് എല്ലാം മിററുമായിട്ടുള്ള റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ജോയിൻ ചെയ്യുമല്ല, എല്ലാം കൂടെ ഒരു പോയിന്റിൽ വന്നിട്ടാണ് പിന്നെ അത് മീൻസ് ഒരു പോയിന്റിലേക്ക് വന്ന് ട്രാവൽ ചെയ്യുക ചെയ്യുന്നത്. ആ ടൈപ്പ് ഓഫ് റേസ് എന്ന് പറയുന്നതാണ് നമ്മുടെ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിററിൻ്റെ കേസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൾജ്ഡ് ഔട്ട്വേർഡ്സ് ആണ്. ഇറ്റ്സ് എ സ്ഫെറിക്കൽ മിറർ ഹൂസ് റിഫ്ലെക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ്സ് ഓർ ബൾജ്ഡ് ഔട്ട്വേർഡ്സ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, rays of light parallel to the principal axis after reflection from a convex mirror gets diverged and appear to come from a point behind the mirror. വല്ല മനസ്സിലായോ? ഒന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. മുമ്പേ പറഞ്ഞ എന്താണ്? കോൺകേവ് മിററിന്റെ കേസിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാ റേസും കൂടെ ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നത്, കൺവേർജ് ചെയ്ത് വരുമെന്നല്ലേ. പക്ഷേ ഈ കേസിൽ എങ്ങനെയാണ്? കോൺവെക്സ് മിററിന്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിസ്, ഈ നടുക്കൂടെ പോകുന്ന ലൈന് എന്ന് ഇമാജിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഫോക്കസും അതേപോലെ തന്നെ പോളിലും കൂടെ പോകുന്ന ലൈനിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അതൊക്കെ എന്താണെന്ന് ഇപ്പോൾ ഒരു 2 മിനിറ്റിനുള്ളിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന എല്ലാ റേസും നോക്കിക്കേ, ഈ റേസ് ഓഫ് ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയാലോ അല്ലേ? അത് ഈ ഒരു ഡയറക്ഷൻ, ഈ ആരോസ് ആണ്, ഈ കാണിക്കുന്ന ആരോസ് ആണ് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ആ റേസ് ഓഫ് ലൈറ്റ് എല്ലാം നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസിൽ പോയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഡൈവേർജ് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ അകന്നു പോവുക അല്ലേ? ഈ പോയിന്റിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടല്ലേ ഇപ്പം തോന്നുന്നത്? റിഫ്ലക്റ്റഡ് റേസ് എല്ലാം ഈ പോയിന്റിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടല്ലേ തോന്നുന്നത്? അങ്ങനെ അകന്നു പോകുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡൈവേർജ് എന്ന് വിളിക്കുന്നത്. അപ്പം സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ അകത്തെ കോൺവെക്സ് മിററിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള റേസ് എല്ലാം റിഫ്ലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഡൈവേർജ് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്നും വരുന്നതായിട്ട്, ഇറ്റ് അപ്പിയർ ടു കം ഫ്രം എ പെർട്ടിക്കുലർ പോയിന്റ്, ഒരു പോയിന്റിൽ നിന്നും വരുന്നതായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മിറേഴ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കറക്റ്റ്, കോൺവെക്സ് മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ, കോൺവെക്സ് മിറേഴ്സിൻ്റെ കേസിൽ പാരലൽ റേസ് റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോവും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്നും വരുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ കോൺകേവ് മിറേഴ്സിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള റേസ് ഓഫ് ലൈറ്റ് റിഫ്ലക്ഷൻ കഴിഞ്ഞ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്ത് വരുന്നതായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ ആ ടൈപ്പ് ഓഫ് മിറേഴ്സിനാണ് നമ്മൾ കോൺകേവ് മിറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺകേവ് മിറേഴ്സും കോൺവെക്സ് മിറേഴ്സും ഇനി ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും കറക്റ്റായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കേവ് കുഴിഞ്ഞ ഭാഗത്തും, ഓക്കെ, കേവ് പോലെ ഇരിക്കുന്ന മിറേഴ്സാണ് കോൺകേവ് മിറേഴ്സ്. അപ്പോൾ റിഫ്ലക്ഷൻ നടക്കുന്നത് അതിൻ്റെ കർവ്ഡ് ഇൻവേർഡ് പോർഷനിലാണ്, റിഫ്ലക്റ്റിംഗ് സർഫസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മുടെ സെൻറ്റർ ഓഫ് ദ സ്ഫിയറിനെ ഫേസ് ചെയ്തിട്ടാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഇരിക്കുന്നത്. സെക്കൻഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺവെക്സ് മിറേഴ്സിൻ്റെ കേസിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്നതായിട്ട്, അകന്നു പോകുന്നതായിട്ട് തോന്നും, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്ന് അപ്പിയർ ചെയ്യുന്ന പോലെ കാണുന്ന ടൈപ്പ് ഓഫ് മിറേഴ്സ് ആണ് നമ്മുടെ കോൺവെക്സ് മിറേഴ്സ് എന്ന് പറയുന്നത്. കോൺവെക്സ് മിറേഴ്സിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഈസ് എവേ ഫ്രം ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് ഐ ഹോപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺകേവ് മിറേഴ്സിനെ കൺവേർജിങ് മിറർ എന്നും വിളിക്കാറുണ്ട്. കാരണം ഇപ്പം പറഞ്ഞത് തന്നെ, പാരലൽ റേസ് ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ കൺവേർജ് ടു എ പോയിന്റ്, ആൻഡ് ദാറ്റ് ഇസ് എ റീസൺ വൈ ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ്
converging mirror. Concave mirrors are also called as converging mirrors. Reflection കഴിഞ്ഞിട്ട് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നതുകൊണ്ടാണ് it's called as converging mirror. It's a curved mirror. Of course, it's a curved mirror. Curved എങ്ങനെയാണ്? Curved inwards. Curved inwards അകത്തേക്ക്. Curved inwards in which the reflective surface bulges away from the light source. ഇതാണ് ലൈറ്റ് സോഴ്സ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ bulges away from the light source. രണ്ട് കോൺകേവ് മിററിൻ്റെ എക്സാമ്പിൾ ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോൺവെക്സ് മിററും കോൺകേവ് മിററും നല്ല തറവായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഒരു ആക്ടിവിറ്റി നോക്കാം. ഓക്കെ, നമ്മുടെ കോൺകേവ് മിററിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഫിഗറിൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി 10.2 ആണ്. അപ്പോൾ ആ ആക്ടിവിറ്റിയിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺകേവ് മിററില്ലേ, ഈ മിറർ, ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് നിങ്ങൾ സണ്ണിൻ്റെ ഡയറക്ഷനിൽ അല്ലെന്നുണ്ടെങ്കിൽ സൺലൈറ്റിൻ്റെ സൈഡിലേക്ക് തിരിച്ചു പിടിക്കുക. ഓക്കെ, യു ഹാവ് ടു കീപ് ഇറ്റ് ടുവേർഡ്സ് ദ സൺലൈറ്റ്. പിന്നെ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ, ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഡേ ടൈമിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഡേ ടൈമിലല്ലേ നമുക്ക് സൺലൈറ്റ് കിട്ടുള്ളൂ. ഓക്കെ, ഡേ ടൈമിൽ ചെയ്യണം. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു കോൺകേവ് മിറർ വേണം, ഒരു ഷീറ്റ് ഓഫ് പേപ്പർ വേണം, ഡേ ടൈം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് സണ്ണിൻ്റെ ഡയറക്ഷനിൽ തിരിച്ചു പിടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പർ പല ദൂരത്തിൽ പിടിച്ചു നോക്കുക. ഓക്കെ, പല ഡിസ്റ്റൻസിൽ നമ്മുടെ കോൺകേവ് മിററിൽ നിന്ന് മാറ്റി മാറ്റി നോക്കുക. ഏത് പോയിന്റിലാണോ നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ പേപ്പറിൽ ഒരു സ്പോട്ട് കിട്ടുന്നത്, ലൈറ്റിൻ്റെ ഒരു സ്പോട്ട് കിട്ടുന്നത്, ആ സമയത്ത് ആ പേപ്പർ അവിടെ, പേപ്പറിൻ്റെ മൂവ്മെൻറ്റ് അവിടെ നിർത്തുക, അല്ലെങ്കിൽ പേപ്പർ പിന്നെ നീക്കാതിരിക്കുക. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, കുറച്ച് നേരം അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ പേപ്പർ ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ പുക വരും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കത്തിപ്പോവും. ആക്ച്വലി നമ്മൾ ഈ സൂര്യൻ്റെ ഇമേജ് ഈ പേപ്പറിൽ ഈ കോൺകേവ് മിറർ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ സ്പോട്ട് എന്ന് പറയുന്നത്, ഈ സ്പോട്ട് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സണ്ണിൻ്റെ റിഫ്ലക്ഷനാണ്. ഓക്കെ, കോൺകേവ് മിറർ വെച്ച് കിട്ടിയ റിഫ്ലക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ചൂട് കാരണമാണ് നമ്മുടെ ഈ പേപ്പർ കത്തിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രസമുള്ളൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്കതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ശരി. ഇനി അടുത്തതെന്ന് പറയുന്നത് ടേംസ് റിലേറ്റഡ് ടു സ്ഫെറിക്കൽ മിറേഴ്സ് ആണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ടേംസ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾക്ക് ന്യൂമെറിക്കൽസ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ചാപ്റ്റർ മനസ്സിലാക്കാനും നമുക്ക് ഈ ടേംസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ സ്ഫെറിക്കൽ മിറേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് എന്ന്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോൺകേവ് മിററും കോൺവെക്സ് മിററും ഒരു സ്ഫിയറിൻ്റെ പാർട്ടാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ഈ കോൺകേവ് മിററും കോൺവെക്സ് മിററും ഏത് സ്ഫിയറിൻ്റെ പാർട്ടാണോ ആ സ്ഫിയറിൻ്റെ സെൻറ്റർ ഏതാണോ അതിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. എളുപ്പമില്ലേ? അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. നോർമലി സെൻറ്റർ ഓഫ് കർവേച്ചർ ഡിനോട്ട് ചെയ്യാറുള്ളത് സി വെച്ചിട്ടാണ്, ക്യാപിറ്റൽ സി വെച്ചിട്ടാണ് സെൻറ്റർ ഓഫ് കർവേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൻ്റെ അകത്ത് കാണാം, ഇതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ സ്ഫിയർ, ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന മിറർ എന്ന് പറയുന്നത് നമ്മുടെ കോൺകേവ് മിററാണ്. കോൺകേവ് മിററിൻ്റെ കേസിൽ നമുക്കറിയാം നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ റിഫ്ലക്റ്റിംഗ് സർഫസിനെ ഫേസ് ചെയ്തായിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഈ കേസിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ കോൺകേവ് മിറർ ഏത് സ്ഫിയറിൻ്റെ പാർട്ടാണോ ആ സ്ഫിയറിൻ്റെ സെൻറ്ററാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ ഇപ്പം തന്നെ നിങ്ങൾ ഒന്ന് മനസ്സിൽ ആലോചിച്ചാണ്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഫിയർ ആ മിറർ ഏത് സ്ഫിയറിൻ്റെ പാർട്ടാണോ ആ സ്ഫിയറിൻ്റെ റേഡിയസ് ഏതാണോ ആ റേഡിയസ് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ മിററിൻ്റെയും റേഡിയസ് ഓഫ് കർവേച്ചർ. ശരി തന്നെയാണ് നിങ്ങൾ ചിന്തിച്ചത്, അത് തന്നെ. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. ഓക്കെ,
റേഡിയസ് ഓഫ് കർവേച്ചർ ഇപ്പോൾ ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സെൻറ്റർ മുതൽ നമ്മുടെ മിററിലേക്കുള്ള ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ റേഡിയസ് തന്നെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ സ്ഫിയർ. ഓക്കെ, സോറി സ്ഫിയർ അല്ല, മിറർ. അടുത്തത് പോൾ. പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മിറർ എന്താണോ, ഓക്കെ, നമ്മളുടെ മിററിൻ്റെ സെൻറ്റർ ഏതാണോ ആ സെൻറ്ററിനാണ് നമ്മൾ പോൾ എന്ന് വിളിക്കുന്നത്. പോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫെറിക്കൽ മിറർ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ഫെറിക്കൽ മിറർ, അതിൻ്റെ സെൻറ്ററിനാണ് നമ്മൾ പോൾ എന്ന് വിളിക്കുന്നത്. POLE, പോൾ. ഇനി പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് കർവേച്ചറും അതേപോലെ തന്നെ നമ്മുടെ പോളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ലൈനിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കുറച്ച് നേരത്തിനുള്ളിൽ കാണുമെന്ന് പറഞ്ഞായിരുന്നു. ആ ഡെഫിനിഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സെൻറ്റർ ഓഫ് കർവേച്ചറും പോളും ജോയിൻ ചെയ്യുന്ന ആ ലൈനിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. So principal axis is the straight line passing through the center of curvature and the pole. ജോയിൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിൽ കൂടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ലൈൻ പോകാൻ പാടില്ലെന്നൊന്നും ഇല്ല കേട്ടോ. സെൻറ്റർ ഓഫ് കർവേച്ചറും പോളും ജോയിൻ ചെയ്ത് പോകുന്ന മീൻസ് ആ രണ്ട് പോയിന്റിൽ കൂടെയും പോകുന്ന ആ ലൈനിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്കൊരു ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ 2 പോയിന്റ് പോരെ? ആ ലൈൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ മേലേ. അപ്പോൾ ആ ലൈന് ഇപ്പം ഈ കേസിലെ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചറും പോളും ആണ്. ആ 2 പോയിന്റിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ച് മീൻസ് ജോയിൻ ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആ 2 പോയിന്റ് എന്താ പറയുക, ആ 2 പോയിന്റ് കൂടെയും പാസ് ചെയ്യുന്ന ആ ലൈനിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ്, ഫോക്കസ് എന്തോ ഫോക്കസ്ഡ് അല്ലേ, എല്ലാം കൂടെ ഒരുമിച്ചുള്ളത്. ഇപ്പം തന്നെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്നുള്ളത് കുറേ പേർക്കെങ്കിലും മനസ്സിലേക്ക് ഓടി വന്ന് കാണും. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺകേവ് മിററിൻ്റെ കേസിലും കോൺവെക്സ് മിററിൻ്റെ കേസിലും 2 രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ കോൺകേവ് മിററിൽ നോക്കാം. ഇൻ എ കോൺകേവ് മിറർ ദ rays of light parallel to the principal axis after reflection meet at a point on the principal axis called as principal focus, denoted by capital F. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ കാണിച്ചിരിക്കുന്നത് കോൺകേവ് മിററാന്ന് പറഞ്ഞായിരുന്നു. നോക്കിയാൽ കുഴിഞ്ഞിരിക്കുന്ന മിറർ. അപ്പോൾ ഫോക്കസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേസ് ഓഫ് ലൈറ്റ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേസ് ഓഫ് ലൈറ്റ് എല്ലാം ആഫ്റ്റർ റിഫ്ലക്ഷൻ ഒരു പോയിന്റ് കൂടിയാണ് പോകുന്നത്, കൺവേർജ് ചെയ്യുന്നത്. നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ ഇതേ കാര്യം തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടെ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് കൺവേർജ് ചെയ്യും. ആ പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രിൻസിപ്പൽ ഫോക്കസ് എഫ് എന്ന് വിളിക്കുന്നത്. കോൺകേവ് മിററിൻ്റെ കേസിലാണെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാ റേസും അതായത് റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള റേസ് ആണെന്നുണ്ടെങ്കിൽ ആ റേസിൻ്റെ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാ റിഫ്ലക്റ്റഡ് റേസും കൂടെ ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യും, ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. ആ പോയിന്റിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. എന്തിൻ്റെ? കോൺകേവ് മിററിൻ്റെ. കോൺവെക്സ് മിററിൻ്റെ ആവുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. മുമ്പേ നമ്മൾ കോൺവെക്സ് മിററിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ഇൻ എ കോൺവെക്സ് മിറർ rays of light parallel to the principal axis after reflection gets diverged and appear to come from a point on the principal axis behind the mirror called principal focus. അത് വളരെ സിമ്പിളാണ്. നമ്മളുടെ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്കത് നന്നായിട്ട് എളുപ്പത്തിൽ മനസ്സിലാവും. കോൺവെക്സ് മിററിൻ്റെ കേസിലെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ റേസ് ഓഫ് ലൈറ്റ് which are parallel to the principal axis after reflection appears to come from a point or they diverge from a point behind the mirror. മിററിൻ്റെ പുറകിൽ ഒരു പോയിന്റിൽ നിന്ന് റിഫ്ലക്റ്റഡ് റേസ് ഡൈവേർജ് ചെയ്യുവാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഏത് പോയിന്റിൽ നിന്നാണോ ഡൈവേർജ് ചെയ്യുന്നത് ആ പോയിന്റിനാണ് നമ്മൾ കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ?
ഓക്കെ, അപ്പോൾ ആ പോയിന്റ് എവിടെയായിരിക്കും? എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിസിൽ തന്നെയായിരിക്കും നമ്മുടെ ഈ ഫോക്കസ് ഇരിക്കുന്നത്. ഈ കേസിൽ ആ പോയിന്റിൽ നിന്നും റിഫ്ലക്റ്റഡ് റേസ് ഡൈവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ പോയിന്റിൽ നിന്നും വരുന്നതായിട്ടാണ് തോന്നുന്നത്, ഫോക്കസിൽ നിന്നും വരുന്നതായിട്ടാണ്, റിഫ്ലക്റ്റഡ് റേസ് വരുന്നതായിട്ടാണ് തോന്നുന്നത്. ഇറ്റ് അപ്പിയർ ടു കം ഫ്രം എ പോയിന്റ്. എവിടെയായിരിക്കും ഈ ഒരു പോയിന്റ് ഇരിക്കുന്നത്? കോൺവെക്സ് മിററിന്റെ കേസിൽ ഈ മിററിന്റെ പുറകിൽ, മിറർ ഇറ്റ് വിൽ ബി ബിഹൈൻഡ് ദ മിറർ ഇൻ കേസ് ഓഫ് ആർ കോൺവെക്സ് മിറേഴ്സ്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. പ്രിൻസിപ്പൽ ഫോക്കസ് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്, അനദർ ഇമ്പോർട്ടൻറ്റ് parameter which you have to understand while you are studying this chapter. Focal length. ഫോക്കൽ ലെങ്ത് എന്തോ ഒരു ലെങ്ത് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഫോക്കൽ ലെങ്ത് ആവുമ്പോൾ അതിൻ്റെ അകത്ത് ഫോക്കസും ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനി ഈ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫോക്കസും എന്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്ന്, എന്തും തമ്മിലുള്ള ലെങ്ത് ആണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇൻ എ സ്ഫെറിക്കൽ മിറർ നമുക്ക് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? പോളും അതേപോലെ തന്നെ പോളും നമ്മളുടെ ഫോക്കസും തമ്മിലുള്ള ഈ ലെങ്ത്, പോളും ഫോക്കസും തമ്മിലുള്ള ഈ ലെങ്തിനാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. PF ആണ് നമ്മുടെ ഫോക്കൽ ലെങ്ത്. പോളും ഫോക്കസും തമ്മിലുള്ള ലെങ്തിനാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. PF ആണ് ഈ ഒരു ഫിഗറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഡിനോട്ടഡ് ബൈ എഫ്, സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് ഡിനോട്ട് ചെയ്യാറുള്ളത്. സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് നോർമലി ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒന്നും അല്ല, ബട്ട് നോർമലി നമ്മളെപ്പോഴും സ്മോൾ എഫ് വെച്ചിട്ട് തന്നെയാണ് ഫോക്കൽ ലെങ്ത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയണം. അപ്പേർച്ചർ എന്താണ് എന്നുള്ളത്. അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ സ്ഫെറിക്കൽ മിററില്ലേ, ഇതല്ലേ നമ്മുടെ സ്ഫെറിക്കൽ മിറർ, അതിൻ്റെ ആ ഡയാമീറ്റർ ഇല്ലേ, അതിൻ്റെ ഈ ഡയാമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ആ രണ്ടറ്റവും കൂടി ജോയിൻ ചെയ്യുന്ന ആ ലൈന് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയാമീറ്റർ, ആ ഡയാമീറ്ററിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അപ്പേർച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്ഫെറിക്കൽ മിററിൻ്റെ ഡയാമീറ്റർ MN നമ്മൾ അപ്പേർച്ചർ ഓഫ് ദ മിറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പേർച്ചർ ഈ ടേം കൂടെ ഒന്ന് മനസ്സിലാക്കി ഓർത്ത് വയ്ക്കുക. ദ ഡയാമീറ്റർ ഓഫ് ദി spherical mirror is called as the aperture. In this case it is MN. Okay, fine. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. Second one, radius of curvature. It is the radius of the sphere of which the mirror is a part. Next, pole. It is the center of the spherical mirror, which is denoted by the letter P. Next one, principal axis. It is the straight line passing through the center of curvature and the principal axis. And the pole. Last, the other one is principal focus. In case of concave mirror, rays of light parallel to the principal axis after reflection meet at a point on the principal axis called as principal focus. And in case of a convex mirror, the rays of light parallel to the principal axis after reflection gets diverged and appear to come from a point on the principal axis behind the mirror called a principal focus. And the last one, focal length. Focal length is the distance between the pole and the principal focus, and it is denoted by small letter F. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതേ ഉള്ളൂ. സ്ഫെറിക്കൽ മിററിന്റെ കേസിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ട്വൈസ് ദി ഫോക്കൽ ലെങ്ത്. എപ്പോഴും അല്ല, നമ്മുടെ അപ്പേർച്ചർ ചെറുതാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ അങ്ങനെയാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പേർച്ചർ ഈസ് സ്മോൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പേർച്ചർ എന്താണെന്നാ പറഞ്ഞേ? ദ ഡയമീറ്റർ ഓഫ് ദ സ്ഫെറിക്കൽ മിറർ MN ഈസ് ദി അപ്പേർച്ചർ ഓഫ് ദ മിറർ അല്ലേ. അപ്പോൾ അപ്പേർച്ചർ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റേഡിയസ് ഇറ്റ് ഇസ് ട്വൈസ് ദ ഫോക്കൽ ലെങ്ത്, ഓർ ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു the half of the radius. Focal length is equal to radius divided by 2. ഓക്കെ, ഇപ്പം ഇത്ര ഒന്ന് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് ആണ്. ഓക്കെ, റിഫ്ലക്ഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ
സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ പേരുകളും അതെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ കുറേയൊക്കെ അതിൻ്റെ എല്ലാ പോർഷനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ പോർഷൻ എന്ന് പറഞ്ഞാൽ അതിൽ യൂസ് ചെയ്യുന്ന ടേംസിനെ പറ്റി ഫുൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഈ സ്ഫെറിക്കൽ മിറേഴ്സിൽ കോൺകേവ് മിററിലാണെങ്കിലും അതേപോലെ തന്നെ കോൺവെക്സ് മിററിലാണെങ്കിലും അതിൻ്റെ റിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ പേര് മനസ്സിലാക്കിയതുപോലെ തന്നെ നമുക്ക് ഈ റിഫ്ലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഇമേജസിനെ പറ്റി നമുക്ക് ഒരു ധാരണ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ആ ഇമേജസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ചില റൂൾസ് അല്ലെന്നുണ്ടെങ്കിൽ റേസ് ഓഫ് ലൈറ്റ് സ്ഫെറിക്കൽ മിറേഴ്സിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചില എന്താ പറയുക ഏറ്റവും ഈസി ആയിട്ടുള്ള നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന റേസ് അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺകേവ് മിററിൻ്റെയും കൺസിഡർ ചെയ്യുന്നുണ്ട്, കോൺവെക്സ് മിററിൻ്റെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് മിനിമം 2 റേ എങ്കിലും വേണം. ഒരു ഇമേജ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ മിനിമം 2 റേ ഓഫ് ലൈറ്റ് എങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, മിനിമം 2 ഇൻസിഡൻറ്റ് റേ എങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ഒരു റേയുടെ സ്പെഷ്യാലിറ്റി അത് ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളത് ആണ് നോക്കുന്നത്. Concave mirror. In case of a concave mirror, a ray of light parallel to the principal axis after reflection pass through the focus. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതേ കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മളുടെ കോൺകേവ് മിറർ, ഇപ്പോൾ ആദ്യത്തെ ഫിഗർ കാണിക്കുന്നത് ഏതാണ്? കോൺകേവ് മിററാണ്. കോൺകേവ് മിററിൽ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഒരു ഇൻസിഡൻറ്റ് റേ വരുവാണെന്നുണ്ടെങ്കിൽ ആ റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി പാസിങ് ത്രൂ ദ ഫോക്കസ് അല്ലേ? അപ്പോൾ കോൺകേവ് മിററിൽ അത് നമ്മൾ ഫോക്കസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ തന്നെ പഠിച്ച കാര്യമാണ്. ഓക്കെ, കോൺകേവ് മിററിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് റേ വരുന്നതെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യും. അതേസമയം കോൺവെക്സ് മിററിലാണെങ്കിലോ, കോൺവെക്സ് മിററിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസിൻ്റെ ഡെഫിനിഷൻ പഠിച്ച അതേ കാര്യം തന്നെ കോൺവെക്സ് മിററിന് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റേ ഓഫ് ലൈറ്റ് വിച്ച് ഇസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ നോക്കിക്കേ, ആഫ്റ്റർ റിഫ്ലക്ഷൻ അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദ ഫോക്കസ്, ഈ ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് അപ്പിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ റിഫ്ലക്ഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഒരു റേ ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്യാവുന്ന ഏതാണ്? എ റേ ഓഫ് ലൈറ്റ് വിച്ച് ഇസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. കോൺകേവ് മിററിൻ്റെ കേസിലാണെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് എങ്ങനെ പോവും? ഫോക്കസിൽ കൂടെ പോവും. കോൺവെക്സ് മിററിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് പോകുന്ന റിഫ്ലക്റ്റഡ് റേ ആ ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്നതായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് അപ്പിയർ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത റേ ഓഫ് ലൈറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസിൽ കൂടെ പോകുന്ന ഒരു റേ ഓഫ് ലൈറ്റ് ആണ്. 2 കേസ് ഇനിയും കൺസിഡർ ചെയ്യണം. കോൺകേവ് മിററിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റേ ഓഫ് ലൈറ്റ് പാസിങ് ത്രൂ ദ ഫോക്കസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഗോസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് ഫോക്കസിൽ കൂടിയാണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം ദ കോൺകേവ് മിറർ ഇറ്റ് വിൽ ബി പാസിങ് parallel to the principal axis. Okay, similarly in case of a convex mirror, a ray of light directed towards the focus after reflection goes parallel to the principal axis. Okay, അപ്പോൾ ഇനി സെക്കൻഡ് കോൺവെക്സ് മിററിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുമ്പം ഈ ഫോക്കസിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വരുന്ന ഒരു റേ ആണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും? പാരലൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ കോൺകേവ് മിററിൻ്റെ കേസിലാണെങ്കിൽ ഫോക്കസിൽ കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും റിഫ്ലക്റ്റ് ചെയ്ത് ഇതിന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. കോൺവെക്സ് മിററിൻ്റെ കേസിലാണെങ്കിൽ ഫോക്കസിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വരുന്ന ഒരു ഇൻസിഡൻറ്റ് റേ റിഫ്ലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. 2 കേസിലും ആഫ്റ്റർ റിഫ്ലക്ഷൻ പാരലൽ ആയിട്ടാണ് പോകുന്നത്. ഫോക്കസിലേക്ക് ഡയറക്റ്റ് ചെയ്തതാണെങ്കിലും ഫോക്കസിൽ കൂടെ പാസ് ചെയ്തതാണെന്നുണ്ടെങ്കിലും. ഓക്കെ, അതാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റേ വിച്ച് വി ക്യാൻ കൺസിഡർ, നോട്ട് ടൈപ്പ് ഓഫ് റേ, മൂന്നാമത്തെ റേ നമുക്ക് ഏതാണ് ഏറ്റവും ഈസി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം.
അഗെയിൻ കോൺകേവിലും കോൺവെക്സിലും ഡിഫറെൻ്റ് ആയിട്ടാണ്, പക്ഷേ ഈസിയാണ്. കോൺകേവ് മിററിൽ ഇനി നമുക്ക് നോക്കാം. കോൺകേവ് മിററിൽ നമ്മുടെ ഈ റെഡ് കളേർഡ് ലൈൻ ഇല്ലേ, ഈ റെഡ് കളേർഡ് ലൈനാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺകേവ് മിററിൽ എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് എലോങ് ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി രണ്ടെണ്ണം കണ്ടു കഴിഞ്ഞു. ഇനി മൂന്നാമത്തേതാണ്, ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ പാസ് ചെയ്യുന്ന റേ ആണെന്നുണ്ടെങ്കിൽ മിററിലെ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് അതേ ലൈനിൽ കൂടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്തു പോകും. അതാണ് ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. കോൺവെക്സ് മിററിലാണെന്നുണ്ടെങ്കിലും സിമിലർ കേസ് തന്നെയാണ്. ഇൻ എ കോൺവെക്സ് മിറർ ഓഫ് എ റേ ഓഫ് ലൈറ്റ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് എലോങ് ദ സെയിം ഡയറക്ഷൻ. ഇനി ഇതിൻ്റെ പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഡയറക്റ്റഡ് ടുവേർഡ്സ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ കോൺവെക്സ് മിററിൻ്റെ കേസിൽ. അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഒരു റേ ആണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതേ ലൈനിൽ കൂടെ തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അതേ ഡയറക്ഷനിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പം മൂന്നാമത്തേത് സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ പാസ് ചെയ്യുന്നത് അല്ലെ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ സെയിം ഡയറക്ഷനിൽ തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്തു പോകും റിഫ്ലക്ഷൻ കഴിയുമ്പോഴത്തേക്കും. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മളുടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചില്ലായിരുന്നു. അതിൻ്റെ അകത്തെ ആദ്യത്തെ ലോ ഓർക്കുന്നുണ്ടല്ലോ, എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലേ? അപ്പോൾ അടുത്ത കേസ് അതിൻ്റെ ഒരു എന്താ പറയുക ആപ്ലിക്കേഷൻ ആണെന്ന് വേണേൽ പറയാൻ പറ്റും. ഇതിലും കോൺകേവും കോൺവെക്സും രണ്ടും ഉണ്ട്. ഇൻ കേസ് ഓഫ് എ കോൺകേവ് ഓർ എ കോൺവെക്സ് മിറർ, എ റേ ഓഫ് ലൈറ്റ് ഡയറക്റ്റഡ് ഒബ്ലീക്ലി അറ്റ് ദ പോൾ is reflected obliquely making equal angles with the principal axis. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ, നമ്മളുടെ ഇൻസിഡൻറ്റ് റേ പോളിലേക്ക് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, പോളാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റിംഗ് at an equal angle with the principal axis. ഓക്കെ, പോളാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺകേവ് മിററിൻ്റെ കേസിൽ റിഫ്ലക്ഷൻ കഴിയുമ്പോഴത്തേക്കും എത്ര ആംഗിൾ ആണോ നമ്മളുടെ ഇൻസിഡൻറ്റ് റേ മേക്ക് ചെയ്യുന്നത് അത്രയും ആംഗിൾ തന്നെ ആയിരിക്കും റിഫ്ലക്ഷനും മേക്ക് ചെയ്യുന്നത് നോർമലുമായിട്ട്. ഓക്കെ, അപ്പോൾ ഒബ്ലീക്ലി മേക്കിംഗ് ഈക്വൽ ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഒബ്ലീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് നമ്മളുടെ റേ ഓഫ് ലൈറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ആൻഡ് അത് പോളിലാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ കഴിയുമ്പോഴത്തേക്കും സെയിം ആംഗിൾ വിത്ത് പ്രിൻസിപ്പൽ ആക്സിസ് മേക്ക് ചെയ്ത് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇനി നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ കേസിലും ഇതേപോലെ തന്നെ നോക്കിക്കേ, നമ്മുടെ ഇൻസിഡൻറ്റ് റേ നമ്മുടെ പോളിലേക്കാണ് എന്താ പറയുക വന്ന് ഇൻസിഡൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, സെയിം ആംഗിളിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോവും. ആരുമായിട്ടാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ ആംഗിൾ മേക്ക് ചെയ്യുന്നത്? ഒബ്വിയസ്ലി നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് അല്ലേ? ഈ കേസിൽ അങ്ങനെയാണ്. അപ്പം 4 റേ ഓഫ് ലൈറ്റ് ആണ് നമ്മൾ ഈസി ആയിട്ട് ഇമേജ് ഫോർമേഷന് വേണ്ടിയിട്ട് ഇപ്പം കൺസിഡർ ചെയ്ത് വെച്ചേക്കുന്നത്. പെട്ടെന്ന് നോക്കാം അത് ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് നമ്മുടെ റേ ഓഫ് ലൈറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫോക്കസ് കൂടെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഫോക്കസ് കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഫോക്കസിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കോൺവെക്സ് മിററിൻ്റെ കേസിലാണെങ്കിൽ. രണ്ടാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്കസ് കൂടെയാണ് നമ്മളുടെ ഇൻസിഡൻറ്റ് റേ വരുന്നതെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫോക്കസിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ വരുന്നതെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. മൂന്നാമത്തെ റേ നമ്മൾ കൺസിഡർ ചെയ്ത് സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ പാസ് ചെയ്യുന്ന ഇൻസിഡൻറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചർ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത് കോൺകേവ് മിററിൻ്റെ കേസിലാണെങ്കിൽ. കോൺവെക്സ് മിററിൻ്റെ കേസിലാണെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഒരു റേ ഓഫ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതേ ഡയറക്ഷനിൽ തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അവസാനത്തേതെന്ന് പറയുന്നത്
പോളിലാണ് നമ്മുടെ ഇൻസിഡന്റ് റേ, ഒരു ഒബ്ലിക് ആംഗിളിലാണ് നമ്മുടെ ഇൻസിഡന്റ് റേ പോളിൽ വന്നിട്ടാണ് ഇൻസിഡന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ആംഗിളിൽ വിത്ത് ദ പ്രിൻസിപ്പൽ ആക്സിസിൽ റിഫ്ലക്ട് ചെയ്ത് പോകും. കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നമ്മൾ 4 റേസ് ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്തു. അതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും എന്നുള്ളത് കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് ഒബ്ജക്റ്റ് പല പൊസിഷനിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്നിപ്പോൾ കോൺകേവ് മിററിൻ്റെ കേസ് ആദ്യമേ കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺവെക്സ് മിററിൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. ഒബ്ജക്റ്റ് പല പൊസിഷനിൽ വെച്ച് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പൊസിഷനിലുള്ളതിൻ്റെ അകത്തെ ആദ്യത്തെ കേസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ കോൺകേവ് മിററിൻ്റെയാണ് ആദ്യത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കോൺകേവ് മിററിൻ്റെ എല്ലാ കേസും കൺസിഡർ ചെയ്തിട്ട് നമുക്ക് കോൺവെക്സിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ കോൺകേവ് മിററിൽ ഫസ്റ്റ് കേസിൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണ് വെച്ചേക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇപ്പോൾ ഈ കേസസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പേജ് നമ്പർ 164 ഒന്ന് എടുത്തു വയ്ക്കുക. NCERT ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ അകത്തൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ 10.1 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടേബിൾ 10.1 അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് റെഫ്രഷ് ചെയ്യാവുന്നതാണ്. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ കേസും നമ്മൾ അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുകയാണ്. പറഞ്ഞേക്കുന്ന അനുസരിച്ചിട്ട് ഫസ്റ്റ് കേസിലെ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഇൻഫിനിറ്റിയിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളുടെ ഇമേജിൻ്റെ ഷേപ്പും അതേപോലെ തന്നെ സൈസും അതേപോലെ തന്നെ അതിൻ്റെ നേച്ചറും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ വീഡിയോസും ഈ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഇതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇമേജസ് ഫോംഡ് ബൈ കോൺകേവ് മിറർ, അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഇത് നമ്മൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചേക്കുക. ഓക്കെ, നമ്മൾ 2 റേ ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്തു. ഒരു റേ ഓഫ് ലൈറ്റ് വിച്ച് ഇസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് മുകളിലേക്ക് ഉള്ളതും പിന്നെ മറ്റത് ബിലോ ദ പ്രിൻസിപ്പൽ ആക്സിസും കൺസിഡർ ചെയ്ത് നോക്കിക്കേ. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇത് രണ്ടും എന്താ സംഭവിക്കുക, ഫോക്കസിൽ കൂടെ പോവുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 2 റേ ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്ത് രണ്ടും ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഫോക്കസിലാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെയാണ് ഉണ്ടായേക്കുന്നത് നോക്കിക്കേ. ഇമേജ് ഉണ്ടായേക്കുന്നത് ഫോക്കസിലാണ് ഉണ്ടായേക്കുന്നത്. ഓക്കെ, ഇമേജ് ഫോക്കസിലാണ് ഉണ്ടായേക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് ഓഫ് ദ ഇമേജ്, അതിൻ്റെ സൈസ് നോക്കിക്കേ. ഒബ്ജക്റ്റിന് ഇത്രയും സൈസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഇമേജിൻ്റെ സൈസ് നോക്കിക്കേ വളരെ ചെറുതാണല്ലേ. കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇമേജ് വളരെ ചെറുതാണ്. സോ ഹൈലി ഡിമിനിഷ്ഡ്, ഇൻഫാക്ട് ഒരു പോയിന്റ് സൈസ്ഡ് ഇമേജ് ആണ് നമുക്ക് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ കോൺകേവ് മിററിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ നേച്ചർ ഓഫ് ദി ഇമേജ്, നേച്ചർ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കിക്കേ. റിയൽ ഇമേജ് ആണ്, അതേപോലെ തന്നെ ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഓക്കെ, കോൺകേവ് മിററിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമുണ്ട്. ഒരു കേസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ കേസുകളിലും നമുക്ക് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഉണ്ടാവുന്നത് കോൺകേവ് മിററിൻ്റെ കേസിൽ ഫോക്കസിലാണ്. അതേപോലെ തന്നെ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി ഡിമിനിഷ്ഡ് ഒരു പോയിന്റ് ഇമേജ് ആണ്. നേച്ചർ ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് നേച്ചർ ഓഫ് ദി ഇമേജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ പുറകിൽ എന്നാൽ ഇൻഫിനിറ്റിയിലല്ല. സെക്കൻഡ് കേസ്. ഓക്കെ, സെക്കൻഡ് കേസിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ ബിയോണ്ട് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്, പക്ഷേ ഇൻഫിനിറ്റിയിലല്ല വെച്ചേക്കുന്നത്. നമ്മൾ ഇനി അതിൻ്റെ പൊസിഷൻ എവിടെയാണ് ഇമേജ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ 2 റേ കൺസിഡർ ചെയ്തു. ഇതാണ് ഒരു റേ കൺസിഡർ ചെയ്തത് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ ബി പാസിംഗ് ത്രൂ ദ ഫോക്കസ്. ആദ്യത്തെ കൺസിഡർ ചെയ്ത റേ ഫോക്കസ് കൂടിയാണ് റിഫ്ലക്ഷൻ കഴിയുമ്പോൾ പോകുന്നത്. നെക്സ്റ്റ് റേ കൺസിഡർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ പാസ് ചെയ്യുന്ന റേ ആണ് കൺസിഡർ ചെയ്തത്. അത് റിഫ്ലക്ഷൻ കഴിയുമ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ തന്നെ പോകും. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് ഇവിടെയും കിട്ടി, മറ്റേ പോയിന്റ് എൻഡിങ് പോയിന്റ് ഇവിടെ ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നോക്കിക്കേ, നമ്മുടെ ഇമേജ് ഫോം ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇമേജ് ഫോം ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നല്ല, എവിടെയാണെന്ന് നോക്കിക്കേ. ഇൻ ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ്. ആദ്യത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമേജിൻ്റെ പൊസിഷൻ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയ്ക്കാണ് ഉണ്ടായേക്കുന്നത്. ശരിയാണല്ലോ. ഇനി അതിൻ്റെ സൈസ് ഓഫ് ദി ഇമേജ് ഒന്ന് നോക്കിക്കേ. ഒബ്ജക്റ്റിൻ്റെ സൈസ് ഇത്ര ഉണ്ടായിരുന്നു, ഇമേജിൻ്റെ സൈസ് ഇത്ര ഉള്ളൂ അല്ലേ. അപ്പോൾ
സൈസ് കുറഞ്ഞു പോയില്ലേ? യെസ്, സൈസ് ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, ഇനി അതിന്റെ നേച്ചർ ഓഫ് ദി ഇമേജ് എങ്ങനെയാണ്? റിയൽ ആണ്, ഇൻവേർട്ടഡും ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺകേവ് മിററിന്റെ കേസിൽ ഒബ്ജക്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിന് ബിയോണ്ട് വെക്കുകയാണെങ്കിൽ ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഇസ് ഇൻ ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ്, ദ സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ഡിമിനിഷ്ഡ് ആൻഡ് ദ നേച്ചർ ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, ഇപ്പൊ ബിയോണ്ട് ദ സെന്റർ ഓഫ് കർവേച്ചർ ആയിരുന്നു. ഇനി അടുത്ത കേസിൽ നമുക്ക് ഒബ്ജക്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിൽ വെച്ച് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് കേസിൽ നമ്മുടെ ഒബ്ജക്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിൽ വെച്ച് നോക്കുകയാണ്. നമ്മൾ ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നത് കോൺകേവ് മിററിന്റെ കേസാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺവെക്സ് മിററിന്റെ കേസും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി കോൺകേവ് മിററിന്റെ കേസിൽ നമ്മുടെ ഒബ്ജക്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇനി സെന്റർ ഓഫ് കർവേച്ചറിൽ വെക്കുകയാണെങ്കിൽ അതിന്റെ ഇമേജ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് റേസ് ഓഫ് ലൈറ്റ്, ഒരു റേ ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് കൺസിഡർ ചെയ്തു. അത് ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് ത്രൂ ദ ഫോക്കസ്, റൈറ്റ്? ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് ത്രൂ ദ ഫോക്കസ്. ഇനി രണ്ടാമത്തെ റേ ഓഫ് ലൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു റേ ഓഫ് ലൈറ്റ് ആണ്. ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന റേ ഓഫ് ലൈറ്റ് എന്താണ്? ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ ബി പാസിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പം നമുക്ക് ഇൻ ഇഫക്റ്റിൽ ഇമേജ് എവിടെയാണ് ഉണ്ടായിരിക്കുന്നത് നോക്കിക്കേ. ഇമേജ് ഉണ്ടായിരിക്കുന്നത് അറ്റ് ദ സെന്റർ ഓഫ് കർവേച്ചറിലാണ് നമ്മളുടെ ഇമേജ് ഉണ്ടായിരിക്കുന്നത്. അറ്റ് ദ സെന്റർ ഓഫ് കർവേച്ചറിലാണ് നമ്മുടെ ഇമേജ് ഉണ്ടായിരിക്കുന്നത്. അറ്റ് ദ സെന്റർ ഓഫ് കർവേച്ചറിൽ ഇമേജ് ഉണ്ടായി. അതിന്റെ സൈസ് നോക്കിക്കേ. ഒബ്ജക്റ്റിന് എത്ര സൈസ് ഉണ്ടോ അത്രയും സൈസ് തന്നെയല്ലേ നമ്മുടെ ഇമേജിനും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ സൈസ് ഓഫ് ദി ഇമേജ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ നേച്ചർ എങ്ങനെയാണ്? റിയൽ ആണ്, ഇൻവേർട്ടഡും ആണ്. നേച്ചർ ഓഫ് ദ ഇമേജ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. റിയലും ആണ്, ഇൻവേർട്ടഡും ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ സെന്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ in case of concave lens the image will be formed at the center of curvature with the same size as that of the object and also the nature is real and inverted. Okay, center of curvature ൽ വരെ എത്തി. ഇനി എന്നായിരിക്കും അടുത്ത പൊസിഷൻ? സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിൽ. ഓക്കെ, നമുക്ക് അടുത്ത പൊസിഷൻ നോക്കാം. സെന്റർ ഓഫ് കർവേച്ചറിന്റെയും ഫോക്കസിന്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ ഇമേജ് ഫോം ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഈ ഒബ്ജക്റ്റിന്റെ അകത്തുനിന്ന് നമ്മൾ രണ്ട് റേസ് ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്യുന്നു. ഒരു റേ ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, ആഫ്റ്റർ ഇൻസിഡന്റ് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ ഫോക്കസ്. രണ്ടാമത്തെ റേ ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ദ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഫോക്കസ്, ആഫ്റ്റർ ഇൻസിഡന്റ് അറ്റ് ദ spherical mirror it will be passing parallel to the principal axis. അപ്പോൾ നമുക്ക് ഏത് പോയിന്റ് കിട്ടി? നമുക്ക് നമ്മുടെ ഇമേജ് കിട്ടി. നോക്കിക്കേ, ഇമേജ് കിട്ടി. ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ് കിട്ടിയേക്കുന്നത്? മുമ്പേ ഇത് കിട്ടിയത് സെന്റർ ഓഫ് കർവേച്ചറിലായിരുന്നു അല്ലേ? ഇപ്പൊ കിട്ടിയേക്കുന്നത് നോക്കിക്കേ, സെന്റർ ഓഫ് കർവേച്ചറിന്റെ പുറകിലാണ് കിട്ടിയേക്കുന്നത് അല്ലേ? അതായത് the position of the image is beyond the center of curvature. Position of the image is beyond the center of curvature. Position beyond the center of curvature ആണ്. What about the size of the image? നമ്മുടെ ഒബ്ജക്റ്റിന്റെ സൈസ് ഇത്രയേ ഉള്ളായിരുന്നു. പക്ഷെ ഇമേജിന്റെ സൈസ് നോക്കിക്കേ, കൂടുതലല്ലേ? യെസ്, അപ്പോൾ സൈസ് ഓഫ് ദി ഇമേജ് ഈസ് മാഗ്നിഫൈഡ് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് ഇൻ ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ്. ഇനി അതിന്റെ നേച്ചർ ഒന്ന് നോക്കിക്കേ. റിയലും ഇൻവേർട്ടഡും ആണ് അല്ലേ? ഈ കേസിലും നേച്ചർ ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഫോക്കസിന്റെ ഇടയിൽ വരെ വെച്ചു. ഇനി അടുത്തത് ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത്? കറക്റ്റ്, മുന്നോട്ട് വെച്ചോണ്ടിരിക്കുക അല്ലേ? ഇനി അടുത്തത് ഫോക്കസിൽ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഇനി അടുത്ത കേസാണ് ഫോക്കസിൽ നമ്മുടെ ഒബ്ജക്റ്റ് നമ്മൾ കൊണ്ട് വെച്ചു. ഓക്കെ, നമ്മൾ അഗെയിൻ രണ്ട് റേ ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്തു. ഒരു റേ ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസ് ത്രൂ ദി ഫോക്കസ്. പിന്നെ ഈ പ്രാവശ്യം കൺസിഡർ ചെയ്ത രണ്ടാമത്തെ റേ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേ ഓഫ് ലൈറ്റ് വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഇറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് അലോങ് ദ സെയിം ലൈൻ അല്ലേ? അപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെയും ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെയും നോക്കിക്കേ, ഇൻഫിനിറ്റിയിൽ പോയി മീറ്റ് ചെയ്യും അല്ലേ? ഇൻഫിനിറ്റിയിലായിരിക്കും പോയി മീറ്റ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഫോക്കസിലാണ് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ
ഒബ്ജക്റ്റിന്റെ ഇമേജ് കോൺകേവ് മിററിന്റെ കേസിൽ എവിടെ ആയിരിക്കും ഫോം ചെയ്യുക? അത് തന്നെ ഇൻഫിനിറ്റിയിലാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നത്. സൈസ് എങ്ങനെയായിരിക്കും? സൈസ് കുറച്ചും കൂടി കാണത്തില്ലേ? ഇല്ലേ? എൻലാർജ്ഡ് ആയിരിക്കത്തില്ലേ? ആണ്, സൈസ് എൻലാർജ്ഡ് ആയിരിക്കും. മുമ്പേ തന്നെ സൈസ് കുറച്ചൊന്ന് കൂടിയായിരുന്നു. നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, സെന്റർ ഓഫ് കർവേച്ചറിന്റെയും ഫോക്കസിന്റെ ഇടയിൽ ഇരുന്നപ്പോൾ തന്നെ സൈസ് കൂടിയായിരുന്നു. ഇപ്പൊ ഇൻഫിനിറ്റിയിലായിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒബ്ജക്റ്റിന്റെ സൈസ് ഓഫ് ദ ഇമേജ് നന്നായിട്ട് കൂടിയിട്ട് കാണും. ഓക്കെ, ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും. അതേപോലെ നേച്ചർ ഓഫ് ദി ഇമേജ് എന്താണ്? അഗെയിൻ റിയലും ഇൻവേർട്ടഡും ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഓക്കെ, അപ്പോൾ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് അറ്റ് ദ ഫോക്കസ്, the nature of the image formed will be highly enlarged, it will be formed at infinity, and it is real and inverted. Size of the image enlarged ആയിരിക്കും, real ആയിരിക്കും, inverted ആയിരിക്കും, അതുപോലെ ഇൻഫിനിറ്റിയിലായിരിക്കും ഫോം ചെയ്യുന്നത്. ഫോക്കസ് വരെ എത്തി. ഇനി അടുത്ത് പിന്നെ മുന്നോട്ടേക്കല്ലേ നമ്മൾ കൊണ്ടുപോകാം അല്ലേ? ഇതുവരെയുള്ള പൊസിഷൻ നോക്കി. ഇനി ഫോക്കസിന്റെയും പോളിന്റെയും ഇടയ്ക്കാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോൺകേവ് മിററിന്റെ റിഫ്ലക്ഷന്റെ കേസിൽ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, കുറച്ചും കൂടെ മുന്നോട്ടേക്ക് ഫോക്കസിന്റെയും പോളിന്റെയും ഇടയ്ക്ക് കൊണ്ടേ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് വി ആർ കൺസിഡറിങ് ടു rays of light. One ray of light which is parallel to the principal axis after reflection will pass through the focus. Okay, ഇനി അടുത്ത ray of light നമ്മൾ കൺസിഡർ ചെയ്യുന്നത് a ray of light which is passing through the center of curvature after reflection will pass through the center of curvature itself അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഒബ്ജക്റ്റിന്റെ നമ്മുടെ റേസ് ഓഫ് ലൈറ്റ് എല്ലാം ഈ ഒരു പോയിന്റിലാണ് അല്ലേ? അതായത് മിററിന്റെ ഇപ്പറെ അല്ലേ നമുക്ക് ഇമേജ് കിട്ടിയേക്കുന്നത്. കറക്റ്റ്. അപ്പം നോക്കിക്കേ, പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെയാണ്? പൊസിഷൻ ഓഫ് ദി ഇമേജ് ബിഹൈൻഡ് ദ മിറർ. മിററിന്റെ പുറകിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? പൊസിഷൻ ബിഹൈൻഡ് ദ മിറർ ആണ്. അതേപോലെ തന്നെ സൈസ് എങ്ങനെയാ? ഒബ്ജക്റ്റിന്റെ സൈസ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഒബ്ജക്റ്റിന്റെ സൈസ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നമ്മുടെ ഇമേജിന്റെ സൈസോ വലുതായില്ലേ? ഓക്കെ, അപ്പോൾ എൻലാർജ്ഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി റിയലും ഇൻവേർട്ടഡും ആണോ? അല്ല. ഈ കേസിൽ മിററിന്റെ ബിഹൈൻഡിലാണ് നമുക്ക് ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇത് വെർച്വലും ആണ്, അതേപോലെ തന്നെ ഇത് ഇൻവേർട്ടഡ് അല്ല, ഇത് ഇറക്റ്റ് ആണ് അല്ലേ? നേരെ തന്നെയല്ലേ ഇരിക്കുന്നത്? ഇത് ഇറക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഫോക്കസിന്റെയും പോളിന്റെയും ഇടയ്ക്ക് വെക്കുന്ന കേസിൽ മാത്രമാണ് കോൺകേവ് മിറേഴ്സിൽ നമുക്കൊരു വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് കിട്ടുന്നത്. ബാക്കി എല്ലാ കേസിലും നമുക്ക് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഹോപ്പ് ദാറ്റ് ഈസ് ഓൾ ക്ലിയർ ഫോർ യു. അപ്പം നമ്മൾ എല്ലാ കേസും കൺസിഡർ ചെയ്തു. നമുക്ക് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് കേസ് നമ്മൾ കൺസിഡർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോഴാണ്. നമ്മൾ കൺസിഡർ ചെയ്ത കേസസ് മൊത്തം കോൺകേവ് മിററിന്റെ കേസസ് ആണ് കൺസിഡർ ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കോൺവെക്സ് മിററിന്റെ കേസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ വെച്ചു. ഇൻഫിനിറ്റിയിൽ വെച്ചപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണ്. സൈസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, പോയിന്റ് ഇമേജ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ഒബ്ജക്റ്റ് റിയലും ഇൻവേർട്ടഡും ആണ്. പിന്നെ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുവരുവാണ്. സെക്കൻഡ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറിന്റെ ബിയോണ്ടിൽ ഒബ്ജക്റ്റ് വെച്ചു. അപ്പം നമുക്ക് നമ്മുടെ ഇമേജ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോക്കസിന്റെയും സെന്റർ ഓഫ് കർവേച്ചറിന്റെയും ഇടയിലാണ്. സൈസ് ഡിമിനിഷ്ഡ് ആണ്. അതേപോലെ തന്നെ നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി സെന്റർ ഓഫ് കർവേച്ചർ വെച്ചു. സെന്റർ ഓഫ് കർവേച്ചറിൽ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെ നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യും. സെയിം സൈസിലാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഒബ്ജക്റ്റ് മുന്നോട്ട് വെക്കുന്തോറും നമ്മുടെ ഇമേജിന്റെ പൊസിഷൻ പുറകിലേക്ക് വരിക അല്ലേ? ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ കഴിഞ്ഞിട്ട് പിന്നെ സെന്റർ ഓഫ് കർവേച്ചറിന്റെയും ഫോക്കസിന്റെയും ഇടയിൽ വെച്ചു. സെന്റർ ഓഫ് കർവേച്ചറിന്റെയും ഫോക്കസിന്റെയും ഇടയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചറിലാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടുന്നത്. ഇപ്പൊ സൈസ് ഇച്ചിരി ഒന്ന് വലുതായി, പക്ഷെ നേച്ചർ എങ്ങനെയാണ്? ഇപ്പോഴും റിയലും ഇൻവേർട്ടഡും തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ഫോക്കസിൽ കൊണ്ടേ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചു. ഫോക്കസിൽ കൊണ്ടേ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റിയിലാണ്. അതേപോലെ തന്നെ സൈസ് ഹൈലി എൻലാർജ്ഡ് ആണ്. എഗെയിൻ റീലും ഇൻവേർട്ടഡും ആണ്. ഇനി ലാസ്റ്റ് കേസാണ് നമ്മളുടെ ഫോക്കസിൻ്റെയും പോളിൻ്റെ ഇടയ്ക്ക് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ബിഹൈൻഡ് ദ മിറർ ആണ്. എൻലാർജ്ഡ് ഇമേജ് ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ കോൺകേവ് മിററിൻ്റെ കേസിൽ ആകെയുള്ള വെർച്വൽ ആൻഡ് ഡിറക്റ്റ് ഇമേജ് കിട്ടുന്നത് ഈ കേസിലാണ്. ഓക്കെ, സോ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദ സെഷൻ. പഠിപ്പിച്ചതൊക്കെ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. എന്നാലേ നെക്സ്റ്റ് ക്ലാസ് ബാക്കിയുള്ളത് നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞത് ഇന്ന് മെയിനായിട്ടും സ്ഫെറിക്കൽ മിറേഴ്സ് എന്താണെന്നുള്ളതും അതേപോലെ തന്നെ ഏതൊക്കെ റേസ് ഓഫ് ലൈറ്റ് ആണ് നമ്മൾ ഇമേജ് ഫോർമേഷന് കൺസിഡർ ചെയ്യുന്നതെന്നുള്ളതും അതേപോലെ തന്നെ ലൈറ്റ് എന്താണ്, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സ്റ്റഡീസ് ആണ് നടത്തുന്നതെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് റേസ് ഓഫ് ലൈറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ എന്താ പറയുക മൂവ് ചെയ്യുന്ന റേ ഓഫ് ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ലൈറ്റിനെ സ്റ്റഡി ചെയ്യുന്നതെന്നുള്ളത് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ക്വിക്കായിട്ട് നമ്മൾ ടോട്ടൽ ഒന്ന് റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് എന്താണെന്നുള്ളതും ലൈറ്റ് കാരണമാണ് നമുക്കെല്ലാം കാണാൻ പറ്റുന്നതെന്നൊക്കെയുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഒപ്റ്റിക്സിൻ്റെ അകത്ത് ജോമെട്രിക്ക്, ഫിസിക്കൽ, അതേപോലെ തന്നെ വേവ് ഒപ്റ്റിക്സും ക്വാണ്ടം ഒപ്റ്റിക്സും ഉണ്ടെന്ന് കണ്ടു. ജോമെട്രിക് ഒപ്റ്റിക്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ റെക്ടിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആസ് റേസ് ഓഫ് ലൈറ്റ് എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്ത് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ പഠിക്കുന്നതെന്നുള്ളത് കണ്ടു. റിഫ്ലക്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിനുശേഷം നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് എന്താണെന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ നോമൻക്ലേച്ചേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മിററിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. മിററിൽ എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സ്പൂണിൻ്റെ ആക്ടിവിറ്റി ഒന്ന് നമ്മൾ ചെയ്ത് നോക്കി. പിന്നെ ഇതിൻ്റെ ഡെഫിനിഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിഫറെൻറ്റ് റേസ് ഓഫ് ലൈറ്റ്, പിന്നെ ഡിഫറെൻറ്റ് പൊസിഷൻസ്, നേച്ചർ ഓഫ് ദി ഇമേജ് ഒക്കെ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് നോക്കുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.